ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കാരണവശാലും തന്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വരാൻ പാടില്ല. പുറത്തു വന്ന ഏറ്റവും ആദ്യം അകത്തു പോകുന്നത് തന്റെ അച്ഛനായിരിക്കും. ഓക്കെ സർ, അവളെ കണ്ടെത്തി ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഞാൻ സാറിനെ വിളിക്കാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നുമില്ല. എന്നാലും ഒന്ന് റെഡി ആയിക്കോ. വരാം. വാ. തന്നിഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ തിരിച്ച് കയറാമെന്ന് കരുതണ്ട. സാധാരണ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടില് നിങ്ങൾ ചെയ്ത പോലുള്ള കാര്യങ്ങള് ഒരാള് ചെയ്ത കണ്ണു മൂക്കും നോക്കാതെ അടി കൊടുക്കുന്ന സ്വഭാവം എനിക്ക്. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മരണം തന്നെയാണ്. അതിന്റെ കുറ്റവാളികളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി നിർത്തുമ്പോ നിങ്ങൾ കരയും, വാ വിട്ട് കരയും. മനസ്സിലായോ? ഈ കടലാസ് കഷ്ണം കിടുങ്ങുന്നത് കേട്ട് കൊടുങ്കാറ്റാണെന്ന് ധരിക്കരുത്. പോയി റെഡിയാവൂ. ചെല്ല്. അവളെ രക്ഷിക്കാൻ ഇപ്പോഴും ആളുണ്ട്. പക്ഷേ മുത്തശ്ശി പിന്മാറില്ല മോളെ. അവളെ മുത്തശ്ശി തന്നെ അവസാനിപ്പിക്കും. ഹലോ, ഗൗതം, താൻ എവിടെയുണ്ട്? സർ, അത് ഞാൻ ചുമ്മാ കൂട്ടുകാരുമായിട്ട്. അത് താൻ കള്ളമാണ് പറയുന്നത് എനിക്കറിയാം. നിങ്ങൾ ആരതിവർമ്മയുടെ പുറകെയാണല്ലേ? സർ, അത് തൽക്കാലം അവളെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചെയ്യാതിരിക്കുന്നത് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയങ്കയുടെ കൊലപാതക കേസ് വാദിക്കാൻ ആരതിവർമ്മ ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ എന്നേക്കുമായി ആ പേര് അവസാനിക്കണം, അല്ലെങ്കിൽ കോടതിയിലേക്ക് വരാൻ പറ്റാത്ത വിധം കിടപ്പിലാവണം. സർ, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ആരും അറിയാതെയുള്ള ഒരു ഓപ്പറേഷൻ. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരതിവർമ്മയുടെ പഴയ ശത്രുക്കളാണ് അത് ചെയ്തതെന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ടാക്കാൻ എനിക്ക് പറ്റും. താങ്ക് യു സർ. ഇനി ബാക്കി ഞാൻ നോക്കിയോളാം. ആരതിവർമ്മ ഇപ്പോ തനിച്ചാണ് സഞ്ചരിക്കുന്നത്, അവളുടെ കൂട്ടാളികളിൽ നിന്ന് പിരിഞ്ഞ്. ഇതാണ് പറ്റിയ അവസരം. അല്ല, അപ്പോ സാറും അവളുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലേ? ആരതിവർമ്മ അല്പം മുമ്പ് ആറ്റുവാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് അവൾ തനിച്ചാണ് തിരിച്ചു വരാൻ സാധ്യത. സോ ഉപയോഗിക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാ. താങ്ക് യു സർ. ഇനി ഞാൻ നോക്കിയോളാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കാരണവശാലും തന്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വരാൻ പാടില്ല. പുറത്തു വന്ന ഏറ്റവും ആദ്യം അകത്തു പോകുന്നത് തന്റെ അച്ഛനായിരിക്കും. ഓക്കെ സർ, അവളെ കണ്ടെത്തി ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഞാൻ സാറിനെ വിളിക്കാം. വണ്ടി എടുക്കണം.
സ്പീഡായത് എനിക്ക് തല ഇറങ്ങിപ്പോയി. അതെന്തുകൊണ്ടാണെന്നറിയോ? ആവശ്യമില്ലാതെ ഭയന്ന് ജീവിക്കുന്നത് കൊണ്ടാ. ഇങ്ങനെയെല്ലാം ഭയം ഭയന്ന് പറഞ്ഞാ എന്തു ചെയ്യും? അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് മാന്യമായ കാര്യങ്ങളാണെങ്കിൽ മാത്രം അനുസരിക്കുക, അല്ലാത്തത് നിഷേധിക്കുക. എതിർത്ത് പറയുന്നത് അഹങ്കാരാണെന്നൊരു ചിന്തയെ പാടില്ല. നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയ 100 തവണ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, അത് തെറ്റാണോ ശരിയാണോ എന്ന്. എന്നിട്ട് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാ അതിലങ്ങ് ഉറച്ചു നിൽക്കണം. കുഞ്ഞുനാള് മുതലേ അങ്ങനെ ആരെയും എതിർത്ത് ശീലമൊന്നുമില്ല. എല്ലാവരോടും സ്നേഹവും കരുണയും കാണിക്കാനാ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാലം എന്റെ ജീവിതത്തില് അത് ബാധിക്കുകയും ചെയ്തു. സ്നേഹം, കരുണ, ദയ അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വീടിന്റെ 4 മൂലയിൽ ഒതുങ്ങുന്ന പെണ്ണുങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവള് ശബ്ദിക്കാൻ പാടില്ല, പലപ്പോഴും പലർക്കും മുകളിൽ അവളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ആ കാലമൊക്കെ മാറി. മാഡത്തിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാം. മാഡത്തിന് അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്, ഉം. ആളുകളുമായിട്ട് അങ്ങനെ ഇടപഴകിയിട്ടുമുണ്ട്. അത് തെറ്റാണ്. സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായിട്ട് ധൈര്യമൊന്നുമില്ല. ഞാൻ നല്ല ചങ്കൂറ്റുള്ള തട്ടുകടക്കാരി ചേച്ചിമാരെ കാണാറുണ്ട്. വഴിവക്കിലിരുന്ന് കച്ചവടം നടത്തുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലർ എത്ര ഭംഗിയായിട്ട് ഈ ലോകത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്നറിയോ? ചിന്തിക്കാൻ ആർക്കും തടസ്സമില്ല രാധിക. നീ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനേക്കാൾ കൂടി എന്ത് ധൈര്യം നിനക്ക് വേണ്ടത്? സോ ഇന്ന് മുതൽ ഒരു തീരുമാനം മനസ്സിലെടുക്കണം. തെറ്റെന്ന് നിനക്ക് തോന്നുന്ന ഒരു കാര്യം തെറ്റാണെന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറയണം. അതിലൊരാളുടെ മുഖം നോക്കരുത്. മനസ്സിലായോ? മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് മാഡം കോടതിയിൽ വാദിച്ച രീതിയൊക്കെ കണ്ടപ്പോ. ആദ്യം നമുക്ക് ഈ മേഡം വിളി എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ആരതി ചേച്ചി, എന്താ അത് പറ്റില്ലേ?